കോഴിക്കോട് മേപ്പയൂരിൽ അധ്യാപകനെ കാണാനില്ലെന്ന് പരാതി. വടകരയിലെ ഗുജറാത്തി SB സ്കൂൾ അധ്യാപകനായ മേപ്പയൂർ നടവിലക്കണ്ടി സ്വദേശി ദേവദർശനെയാണ് കാണാതായത്. നിയമന പ്രശ്നങ്ങൾ കാരണം ശമ്പളം ലഭിക്കാത്തതിനാൽ ദേവദർശൻ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് സഹപ്രവർത്തകർ പറയും. സലാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു കോഴിക്കോട് നിന്ന്. സലാം, ഇത് എയ്ഡഡ് സ്കൂളാണോ? അജിംസ്, ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത് കോഴിക്കോട് വടകര താഴങ്ങാടി ഗുജറാത്തി SB സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ്. ഇവിടെ ഇദ്ദേഹം എയ്ഡഡ് സ്കൂളായിരുന്നു. ഈ സ്കൂളിൽ ജോലിക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് കേഡറ്റ് പോലുള്ള അധ്യാപനത്തിലുള്ള യോഗ്യതാ പരീക്ഷകളൊന്നും തന്നെ ഇദ്ദേഹം പാസ്സായിരുന്നില്ല. ഇത്തരം യോഗ്യതയില്ലാതെയാണ് ഇദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. തുടർന്ന് ഇദ്ദേഹത്തിന് സാലറി ലഭിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായി. വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരാൾ തന്നെയാണ്. 27 വയസ്സായിരുന്നു. ഏതായാലും ഇത് സംബന്ധിച്ച് ഇദ്ദേഹത്തിന് സ്കൂളിൻ്റെ ചെലവിനായി 4000 രൂപ, സാധാരണഗതിയിൽ ഈ കേഡറ്റ് പോലുള്ള യോഗ്യതാ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ അത്തരം യോഗ്യതകളില്ലാത്ത ആളുകളെ ജോലിക്കെടുക്കുകയാണെങ്കിൽ സ്കൂളുകൾ സാധാരണ 4000 രൂപയടക്കം സ്കൂളിൻ്റെ ചെലവിനായി വാങ്ങുന്ന ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെ 4000 രൂപ സ്കൂളിന് കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ഇദ്ദേഹം നേരിട്ടിരുന്നത്. ഇതേ തുടർന്നാണ് ഇദ്ദേഹത്തെ കാണാതായതെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. ഏതായാലും മാർച്ച് 3-നാണ് ഇദ്ദേഹത്തെ കാണാതാവുന്നത്. തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ പിതാവ് വിനോദ് മേപ്പയൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ മിസ്സിംഗ് കേസിനാണ് കേസെടുത്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് മേപ്പയൂർ പോലീസ് പറയുന്നത്. അജിംസ്.